മോളെ, വയലാറും വീട്ടിൽ ശാരദയുടെ സാന്നിധ്യം കുട്ടിമണിക്ക് അനുഭവപ്പെടുന്നു. എന്റെ മോള് വിഷമിക്കണ്ട. നിനക്കും കുഞ്ഞുമണിക്കും കാവലിനായി അമ്മ ഇവിടെ തന്നെയുണ്ട്. ഇതറിയുന്ന സീതയും സുഭദ്രയും മുറിയിൽ വിളക്ക് വെക്കുന്നു. ആ മുറി കലമോള് കേറിക്കോ, പക്ഷെ വിളക്കെ തൊട്ടാലോ വിളക്ക് കെടുത്താൻ ശ്രമിച്ചാലോ ഉണ്ടല്ലോ കലമോളുടെ കാർണടിച്ചു പൊളിക്കും ഞാൻ. മയിലിന്റെ പെരുമാറ്റത്തിൽ സീതയ്ക്ക് സംശയം. ഓരോ നിമിഷവും ഉള്ളെറിഞ്ഞ ഞാൻ നിൽക്കുന്നത്, ഉറക്കത്തിലും കാത് കൂർപ്പിച്ച ഉറങ്ങുന്നത്. അമ്മയോട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ബാലന്റെ മനസ്സിൽ സീതയോട് സ്നേഹം. ഇനി നിന്നോട് ഞാൻ ഒന്നും ചോദിക്കത്തില്ല. ഒരു രഹസ്യത്തിന്റെ കുരുക്കഴിക്കാൻ ഞാൻ വരത്തുമില്ല. മയിലിനെ പിന്തുടരുന്ന ഗുണ്ടകളെ മയിൽ അടിച്ചോടിക്കുന്നു. ഇന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ പോവാ. ശാരദയുടെ ബാധ ഒഴിവാക്കാൻ ശാരദയുടെ മുറിയിൽ അന്തിയുറങ്ങാൻ ജലജ തീരുമാനിക്കുന്നു. എന്റെ കൊച്ചിനെ കൂടി നീയൊക്കെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ആ ബാധയെ പിടിച്ചിട്ട് തന്നെ കാര്യം. ചുമ്മാ അബദ്ധം കാണിക്കരുത്. നിങ്ങൾ പോ കിളവി. നമ്മുടെ അമ്മ കൊച്ചേച്ചിയുടെ അമ്മ പിടിക്കുവോ അപ്പച്ചമ്മ? മോള് പേടിക്കണ്ട, ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും. അമ്മ നല്ല ധൈര്യത്തിൽ തന്നെ ആണല്ലോ പറഞ്ഞത്, അല്ലേ? നല്ല ധൈര്യത്തിൽ തന്നെ ആടി. രണ്ടും കൽപ്പിച്ചു തന്നെയാ ഞാനും. ചത്തുപോയ ഒരുത്തിയെ പേടിച്ച് മാളത്തിൽ ഒളിക്കാന്ന് പറഞ്ഞാലേ മാണിക്യമംഗലത്തെ ജലജകുമാരിക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറത്താ. എന്നാലും എനിക്ക് കേട്ടിട്ടൊരു പേടി പോലെ. എന്തോന്ന് പേടിക്കാൻ? ഒരു രാത്രി ആ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഞാനങ്ങ് ചത്തുപോകുന്നെങ്കിൽ ചത്തുപോട്ടെ. എന്റെ പല്ലും നഖമെങ്കിലും ശാരദ ബാക്കി വെക്കുമല്ലോ. അവര് വരട്ടെ. ജീവിച്ചിരുന്നപ്പോ എന്റെ കാൽ അവരെ കൊണ്ട് ഞാൻ തിരുമിച്ചതാ. ഇന്ന് രാത്രി അവര് വന്നാലും എന്റെ കാല് ഞാൻ അങ്ങോട്ട് നീട്ടിവെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, വയലോരം വീട്ടിലെ ഗതികെട്ട ശാരദാമേ, ഗതികെട്ട ആത്മാവേ, നിങ്ങൾ എന്റെ കാല് പിടിക്കാൻ. അങ്ങനെയെങ്കിലും നിങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ എന്ന്. എന്തായാലും അമ്മയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അമ്മയുടെ ധൈര്യം അപാരം തന്നെ. എടി, വയലോരം വീട്ടിലെ ചത്തുപോയ ശാരദാമ്മയുടെ പ്രേതത്തെ പേടിച്ച് മാണിക്യമംഗലത്തെ മഹാറാണിയായ ഈ ജലജ കുടത്തിനകത്ത് കയറി ഒളിച്ചിരുന്നാലേ അതിന്റെ നാണക്കേട് എനിക്കും നിനക്കും മാത്രമല്ല, അത് തലമുറകളോളം നിൽക്കും. ആ ഒറ്റ നാണക്കേട് മതി ഈ പടയെല്ലാം കൂടി കേറി നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇപ്പോ ബാധയുടെ പേരും പറഞ്ഞ് എല്ലാരും കൂടെ ഞെളിഞ്ഞു നിൽക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മള് ഇതിലൊന്നും ഭയക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ രാത്രി ഞാൻ ആ മുറിയിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതോടെ തീർന്നു. ബാധയുടെ പേര് പറഞ്ഞുള്ള ഭയപ്പെടുത്തലും വിരട്ടലും ഒക്കെ. അതെന്തായാലും നന്നായി. ചിന്തിച്ചു നോക്കുമ്പോ അമ്മ എടുത്ത തീരുമാനം വളരെ ബുദ്ധിപരമായിട്ടുള്ളതാ. അങ്ങനെ പറ. നീ വേണമെങ്കിൽ എന്നോടൊപ്പം വന്ന് കിടന്നു. അമ്മയ്ക്ക് ഒറ്റയ്ക്കിടക്കാൻ പേടിയാണോ? അതല്ലടി, നിനക്ക് ബാധയെ പേടിയില്ലെന്ന് വരുത്തി തീർക്കാലോ. ഞാനില്ല. അതെന്താ, നിനക്ക് പേടിയാണോ? എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാലേ, അമ്മ ഒറ്റയ്ക്ക് കിടക്കാന്നല്ലേ വെല്ലുവിളിച്ചത്. അപ്പോ ഞാനും കൂടി വന്ന അവരെല്ലാരും പറയില്ലേ അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് കൂട്ടു വിളിച്ച് കിടത്തുകയാണെന്ന്. അതുകൊണ്ടാ. അത് ശരിയാ. അപ്പോ അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. അവര് അതിനകത്ത് വിളക്കൊക്കെ കത്തിച്ചു വെച്ച് വലിയ അമ്പലം പോലെ ആക്കി വെച്ചേക്കും ആ മുറി. ഞാൻ കണ്ടു. ആദ്യം ആ അമ്പലത്തിലെ വിളക്ക് ഞാനങ്ങ് കെടുത്തു. എന്നിട്ട് ഞാൻ അവിടെ കിടക്കും. ശാരദാമ്മ അത്ര ഭയങ്കര ശക്തിയുള്ള ആത്മാവാണെങ്കിലേ വന്ന് വിളക്ക് കൊളുത്തട്ടെ തന്നെത്താനായിട്ട്. എന്തായാലും ഇന്ന് രാത്രിയോടെ ബാധയുടെ കാര്യത്തില് ഒരു തീരുമാനമാവും. തീരുമാനമാക്കും. അങ്ങനെ എന്നെ നിന്നെ ഒന്നും വെല്ലുവിളിച്ചിട്ടെ ഒരു ബാധയും വയലോരം വീട്ടിൽ വേണ്ട. ഈ വീട് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാരാ? നമ്മള്. അപ്പോ ഈ വീട്ടിലെ ഓരോ മണൽത്തരിക്കും നമുക്ക് അവകാശമുണ്ട്. കാശൊക്കെ അവര് തിരിച്ചു തന്നില്ലേ? കാശ് തിരിച്ചു തന്നെങ്കിൽ എന്താ? ഈ വീട്ടിലെ ഇളയ മരുമകളാ നീ. ഈ കണ്ട സ്വത്തിനല്ല അവകാശം നിനക്കാ, രവിക്കാ. ഈ വീട്ടിൽ ഒരു ബാധയുണ്ടെന്നറിഞ്ഞാൽ
നാളെ ആരെങ്കിലും ഇത് മേടിക്കാൻ വരുമോ? ഞാൻ വീട്ടിലേക്ക് പോയപ്പോ ചിന്തിച്ചായിരുന്നു മതി. ഈ വീട് ഒരു കാലത്തും വിൽക്കാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായത്. ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന്. അങ്ങനെ പ്രേതങ്ങൾ അലയുന്ന ഈ വീട് ആരെങ്കിലും മേടിക്കുവോ? പറ, മേടിക്കുവോ? നാളെ ഇതൊരു റിസോർട്ട് ആക്കാനോ ഹോം സ്റ്റേ ആക്കാനോ ആരെങ്കിലും വരുവോ? അപ്പോ ഇത് വിൽക്കരുത്. അതിനു വേണ്ടിയുള്ള ബുദ്ധിപരമായ ഒരു തന്ത്രം. ഞാൻ ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി ഇതിന്റെ പിന്നിൽ കാണുമല്ലേ? അതിനു വേണ്ടി ഇവിടെ ഉള്ളവരും ആ തമിഴത്തെയും കൂടി ഉണ്ടാക്കിയ പദ്ധതിയായത്. എന്നാലും അവരുടെ ആ ശബ്ദം എങ്ങനെ വന്നു? അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത്. എടി, ഞാനൊരു സൈക്കാട്രിസ്റ്റിനോട് സംസാരിച്ചു. നമ്മൾ ഒരാളെ തന്നെ ചിന്തിക്കുകയും കരുതിയിരിക്കുകയും ചെയ്താൽ നമുക്ക് അയാളുടെ രൂപവും ഭാവവും ശബ്ദവും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു ശാസ്ത്രീയ വശമുണ്ടടി. നീ മിമിക്രി ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടില്ലേ? അവര് സിനിമാ നടന്മാരെ അവതരിപ്പിക്കുമ്പോ ആ നടന്റെ ശബ്ദവും രൂപവും ഭാവവും ഒക്കെ കണ്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടില്ലേ? അതുണ്ട്. അതുപോലൊരു മിമിക്രി. എന്തായാലും അവർക്ക് ശാരദയുടെ രൂപമൊന്നും വന്നില്ലല്ലോ, ശബ്ദമല്ലേ ഉള്ളൂ. ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ച ശാരദാമ്മയുടെ ശബ്ദം അനുകരിക്കാനൊക്കെ ആ കിളവിക്ക് അറിയാം. അല്ലെങ്കിൽ തന്നെ ആ കിളവി പഠിച്ച കളിയല്ലേ. ചിന്തിച്ചു നോക്കുമ്പോ എനിക്കും അങ്ങ് ധൈര്യം വരുവാ. ഇന്ന് അമ്മ ഒറ്റയ്ക്ക് അവിടെ കിടക്ക്, നാളെ ഞാൻ കിടക്കാം. അങ്ങനെ നമ്മൾ മാറി മാറി കിടന്നാലേ ഇവരുടെ ബാധകളി അതോടെ ചീറ്റും. അത് കൊള്ളാം. ഇന്ന് ഞാൻ, നാളെ നീ എന്നാണല്ലോ. അയ്യോ എന്റെ അമ്മേ, അത് വേറെ അർത്ഥത്തിലാ. അല്ല, ഞാനിപ്പോ ആ മുറി കിടക്കുന്ന കാര്യ പറഞ്ഞത്. എന്തായാലും അമ്മയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. ശാരദാമ്മയുടെ പ്രേതം വന്നാ ഓടിച്ച് പുറത്താക്കണം. എന്നിട്ട് അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങണം. അത് ഞാൻ ഏറ്റടി മോളെ. ശാരദേ, ശാരദേ, ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? എന്നെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശാരദേ? എന്നെ നിനക്ക് കാണാമെന്നും എന്റെ കണ്ണീര് നീ കാണുന്നുണ്ടെന്നും എന്റെ സങ്കടങ്ങൾ നീ അറിയുന്നുണ്ടെന്നും എനിക്ക് വിശ്വാസമുള്ളോണ്ടാ ശാരദേ ഞാൻ ഈ വിളക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. കത്തുന്ന ഒരു വിളക്കായിട്ട് നീ ഈ വീട്ടിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. നീ അറിഞ്ഞു കാണുമല്ലോ, ആ മതികലയുടെ അമ്മ പിശാശി പിടിച്ച ജലജ നിന്നെ വെല്ലുവിളിക്കാനായിട്ട് നീ ഈ മുറിയിലുണ്ടോന്നറിയാനായിട്ട് ഈ മുറിയിൽ കിടക്കാൻ പോവുകയാണെന്ന്. ശാരദേ, നിന്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടൊരു അപേക്ഷ വയ്ക്കുകയാണ്. നീ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം ശാരദേ. ഇല്ലെങ്കിൽ തോറ്റുപോണത് ഞാനും വയലോരം വീട്ടുകാരും മാത്രമല്ല, അതിലൊക്കെ 1000 മടങ്ങ് താഴോട്ട് വീണു പോണത് നമ്മുടെ കുട്ടിമണിയാ, നിന്റെ പൊന്നുമോള്. അവളുടെ അമ്മ അവൾക്ക് ചുറ്റും ഒരു കാവലായുണ്ടെന്നുള്ള അവളുടെ വിശ്വാസമാ ശാരദയെ തകർന്നു പോണത്. അങ്ങനെ സംഭവിക്കരുത്. അത്രയ്ക്ക് ദണ്ണം കൊണ്ടാ പറയുന്നത്. ശബ്ദത്തിലായാലും നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള പ്രതീക്ഷ, തിരിച്ചറിവ് അതില്ലാതെ വന്നാല് സഹിക്കാൻ പറ്റൂല ശാരദ. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. നിനക്കറിയാലോ ശാരദ, എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ അധികം ജീവിച്ചിട്ടില്ല. ജീവിതം തുടങ്ങിയപ്പോ തന്നെ അയാൾ എന്നെ ഇട്ടിട്ട് പോയി. പിന്നെ തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക്. അന്നൊക്കെ ഒരു നാത്തൂനായിട്ടല്ല, മൂത്ത ചേട്ടത്തിയായിട്ട് എന്നെ കണ്ടിട്ടുള്ളവളാ നീ, സ്നേഹിച്ചിട്ടുള്ളവളാ നീ. എന്റെ അച്യുതൻ എന്നെ സ്നേഹിച്ചതിനേക്കാളും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ആ നീ പോയപ്പോഴാ ശാരദ നെഞ്ചിനു കുറുകെ ഒരു വെട്ട് കിട്ടിയതുപോലെ
ജീവിതത്തിൽ ആദ്യമായി എനിക്ക് നൊന്തത്. ആ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു രക്ഷയ്ക്ക് വേണ്ടി നിന്റെ വേഷം കെട്ടാനായിട്ട് നീ വന്നതായിട്ട് അഭിനയിക്കാൻ മയില് പറഞ്ഞപ്പം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തത് അതുകൊണ്ടാണ്. നീയായിട്ട് അഭിനയിച്ച് ഈ കുടുംബത്തിൽ ഇത്തിരി സമാധാനം കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ, ആരും വിളിക്കാതെ നീ വന്നു, എന്നിലേക്ക് വന്നു. ശാരദേ, ഇനി നീ മാറി നിൽക്കരുത്. നീ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയിച്ചു കൊടുക്കണം. എല്ലാവർക്കും നീ ഇവിടെ ഉണ്ടെന്നുള്ള സൂചന കിട്ടി. ബാലനും സീതയും വീണ്ടും പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങി. അതിനും കാരണം നീയാ. ഇനി ഈ വീട്ടിലെ വിഷജന്തുക്കളെ കൂടെ അടിച്ചു പുറത്താക്കാൻ നീ കൂടെ നിൽക്കണം ശാരദ. നീ മുന്നിൽ തന്നെ നിൽക്കണം. എന്നതാ പെണ്ണെ പമ്മി പമ്മി വന്ന് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? അതിന് അപ്പച്ചമ്മച്ച് പേടിയാണോ എന്റെ അമ്മേ? നിന്റെ അമ്മ എനിക്ക് ഒരു പേടിയില്ല. എന്റെ ശാരദ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അപ്പച്ചമ്മ ആരോടാ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ എന്റെ ശാരദയോട്, അല്ലാതെ ആരോടാ? അയ്യോ അപ്പ എന്റെ അമ്മ വന്നാ? എന്റെ അമ്മയുടെ ശബ്ദം കേട്ടാ? വല്യേട്ടൻ അമ്മയുടെ ശബ്ദം കേട്ടെന്ന് വല്യച്ഛനോട് പറഞ്ഞു. എന്നിട്ട് വല്യച്ഛ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട്, പേടിച്ചെന്താ, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. ശാരദ ഇവിടെ തന്നെയുണ്ട്, അവളെങ്ങും പോകത്തില്ല. പിന്നെ കൊച്ചേച്ചിയുടെ അമ്മ ഇന്ന് ഈ മുറിയിലാ കേൾക്കുന്നതെന്ന്. എന്റെ അമ്മ വന്ന പിന്നെ ഞെക്കി കൊല്ലുമെന്ന് പറഞ്ഞു. ഓ പിന്നെ നമുക്ക് കാണാം ആരാരെയാണ് ഞെക്കി കൊല്ലുന്നതെന്ന്. നീ നോക്കിക്കോ, ശാരദ വരും. ശാരദയെ വെല്ലുവിളിക്കാനും ഈ കുടുംബത്തെ പരീക്ഷിക്കാനും ഒരുമ്പെട്ട് വരുന്നവർക്ക് ശാരദ മറുപടി കൊടുത്തിരിക്കും. ശാരദ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, നീ വരണേ. മോളെ, മോള് വിളക്കിൽ കൈകൂപ്പി പ്രാർത്ഥിക്കും. അമ്മ, എന്റെ അമ്മ വരണേ, ശബ്ദമായിട്ടെങ്കിലും വരണേ, ഞങ്ങളെ വിട്ടിട്ടെങ്കും പോവല്ലേ. ശാരദ വരും മോളെ, നീ നോക്കിക്കോ. ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കും. ഒന്നുകിൽ ശാരദ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. അല്ലാതെ തോക്കാനാണ് ശാരദ പറയുന്നതെങ്കിൽ നമുക്കങ്ങ് തോക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? അമ്മ, അമ്മ പോവല്ലേ. അമ്മേ, ദുട്ടന്മാരിന്നും ദുട്ടത്തിമാരിന്നും അമ്മേ അമ്മ എന്നെ രക്ഷിച്ചോനെ. അമ്മ അച്ഛയോട് പാത്രിച്ചോനെ. അമ്മേ, അമ്മേ ചേട്ടാ, അയ്യപ്പ. എന്റെ നോട്ടത്തിൽ ഇതൊരു ആവശ്യമില്ലാത്ത കാര്യ, തീർത്തും അനാവശ്യം. നിങ്ങളുടെ നോട്ടത്തിൽ പിന്നെ എന്ത് കാര്യം മനുഷ്യ ആവശ്യമായിട്ടുള്ളത്? മതി, ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഇവിടെ എന്റെ അമ്മയുടെ ബാധ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ. അതിന്റെ പേരിൽ മതിയുടെ സ്വന്തം ജീവനും ജീവിതവും പണയം വെച്ച് ഒരു പരീക്ഷണത്തിന് മുതിരുന്ന എന്തിനാ? എന്റെ അമ്മയ്ക്ക് നല്ല ധൈര്യം ഉള്ളതുകൊണ്ട്. ഇതിനെ ധൈര്യമൊന്നുമല്ല പറയുന്നത്, അവിവേകം എന്നാ, എടുത്തുചാട്ടെന്നാ പറയാറ്. നിങ്ങൾ എന്റെ അമ്മയെ പഠിപ്പിക്കാൻ നിൽക്കട്ടോ. എന്റെ അമ്മയ്ക്കറിയാം എന്തു വേണോന്ന്. എന്റെ അമ്മയോ മരിച്ചു, മതിയുടെ അമ്മയെങ്കിലും ഒരു കുഴപ്പം കൂടാതെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ ഞാനിത് പറയുന്നത്. എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. മുറിച്ചിട്ട മുറി കൂടുന്ന ജനിച്ചാ ഞങ്ങള്. പിന്നെ എന്റെ അമ്മയുടെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നതേ 101 വയസ്സ് വരെ ആയുസെന്നാ. കണിയന്മാരങ്ങനെ പലതും എഴുതി വെക്കും. മതിയുടെ അമ്മ സെഞ്ചുറി അടിക്കുന്നു, ഡബിൾ സെഞ്ചുറി അടിക്കുന്നു ഒക്കെ എഴുതി വെക്കും. അത് കേട്ടിട്ട് വെറുതെ തുള്ളാൻ നിൽക്കണ്ട. നിങ്ങളുടെ പാട് നോക്ക് മനുഷ്യ. നിങ്ങക്ക് നിങ്ങളുടെ അമ്മ വലിയ സംഭവവും കുന്തവും കൊടച്ചക്രവും ഒക്കെ ആയിരിക്കും. പക്ഷെ എനിക്കും എന്റെ അമ്മയ്ക്കും അവരൊരു ചുക്കുമല്ല ചുണ്ണാമ്പുമല്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ അമ്മ ഇന്ന് രാത്രി അവര് ചത്തുകിടന്ന മുറിയിൽ കിടക്കുന്നത്. മതി, അത് അപകടമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
എന്തപകടം? ഒറ്റയ്ക്ക് ആ മുറിയിൽ കിടക്കുമ്പോ എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ? എന്റെ അമ്മയ്ക്ക് പേടിയെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്നേ. പിന്നെന്തിനാ നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സോറി, ഇനി ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. മതിയുടെയും മതിയുടെ അമ്മയുടെയും ഇഷ്ടം തന്നെ നടക്കട്ടെ. ആ, ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ ഒന്നിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഈ പുതപ്പിന്റെ പാതി ഇട്ടോ നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പോയി എടുത്തോണം. டேய் பொன்னம்பலம், என்னாச்சுடா? அந்த சிஐ மேட்டர் என்னாச்சுடா? വലിയ പ്രശ്നങ്ങളിലേക്ക് പോകരുത്. ഞാൻ ഇവിടെയാണെന്ന് അറിയാലോ. அந்த ரெஜிஸ்ட்ரேஷன் முடிச்சதுக்கு அப்புறம் என்ன வேணும்னு யோசிச்சு பண்ணலாம். எல்லாവരും സൂക്ഷിക്കണം. ഏത് നിമിഷവും ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. പഴനിയാണ്ടവാ ഏതാണ്? എന്നതാ കൊച്ചേ നീ പറഞ്ഞോണ്ട് നിന്നത്? ആരുമായിട്ടാ വഴക്ക്? വഴക്കാ? ഗലാട്ടായാ? എന്റെ അമ്മ ആരുമായിട്ടും വഴക്കില്ല. നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പേടിക്കുമെന്ന് കരുതി നീ പറയാത്തതാ. പറ കൊച്ചേ. ആരെ പേടിപ്പിക്കുന്ന കാര്യമാ പറയുന്നത്? അല്ല, അമ്മാവക്ക് എന്തോ പേടിന്ന്. പേടിയോ? ഇവർക്കോ? കൊള്ളാം, നല്ല കാര്യമായി. ഒരാന കുത്താൻ വന്നാൽ നിവർന്ന് നിന്ന് ആനയുടെ അച്ഛന് വിളിക്കുന്ന ഇവളുടെ സ്വഭാവം. മോക്ക് ഇത്രയും നാളായിട്ടത് മനസ്സിലായില്ലേ? എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയില്ല, എന്റെ പെങ്കൊച്ചിന്റെ കാര്യത്തിലാ പേടി. നമ്മുടെ മോളുടെ കാര്യത്തിൽ എന്നാ പേടിക്കാനാടി? ഇവള് പുലിക്കുട്ടിയല്ലേ, പുലിക്കുട്ടി. പുലിക്കുട്ടിയൊക്കെയാ, പക്ഷേ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കൊരു സംശയം. ഇല്ലമ്മ, ഒന്നും ഇല്ല പെരീപ്പാ. അത് എന്തോ ഉണ്ട്. ഞാനിപ്പോ നീ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതല്ലേ? അതാ பெரியப்பா, அது வந்து டாக்ஸி ஸ்டாண்ட்ல ஒரு கலாட்டா. அத பத்தி நான் சும்மா நம்ம பொன்னம்பலத்துக்கிட்ட பேசிட்டு இருந்தேன். அதான். അല്ല, അതില് മോൾ ഇടപെട്ടോ? നിന്റെ സ്വഭാവം വെച്ച് ചോദിച്ചതാ. இல்ல பெரியப்பா, நான் பாவம் இல்லையா? ഒരു പാവം. നീ ഇടപെട്ടും കാണും, ആർക്കെങ്കിലും നല്ല തല്ലും കൊടുത്തു കാണും. പോവമ്മ, ഞാൻ റൗഡിയാ. ഞാനൊന്ന് അടുക്കളയിൽ ചെന്ന് നോക്കട്ടെ. അത്താഴത്തിന് എന്താ നോക്കണ്ടേ? അപ്പുറം ഡീറ്റെയിലാ പേസലാം. പെങ്കൊച്ചെന്തോ ഒളിക്കുന്നുണ്ട്. എന്റെ മനസ്സങ്ങനെ പറയുക. നമ്മൾ അറിയാത്ത എന്തോ ഒരു സങ്കടം അവളുടെ ഉള്ളിലുണ്ട്. നിനക്ക് പിന്നെ എല്ലാരും സംശയമല്ലയോ? നീയാണ് CID സുഭദ്ര, അങ്ങനെ വേണം പറയാം. എന്തായാലും കാവടിയേക്കാളും മുകളിലാ CID. അല്ല പിന്നെ മുരുകാ. ഈശ്വരന്മാരെ, ഭഗവാനെ, ഭഗവതിയെ, എന്റെ മാടനപ്പൂപ്പ, പത്തിക്കാവിലമ്മേ, ശബരിമല അയ്യപ്പ, പൈനി മുകുര, എല്ലാവരോടും കൂടി ഞാനങ്ങ് പറയുവാനേ. എന്നാ അമ്മയുടെ മുറിയിലേ ഇന്ന് കൊച്ചേച്ചിയുടെ അമ്മ കിടക്കാൻ പോവാണ്. എന്നെ അമ്മേ പിടിച്ചു കയറ്റാന്ന് പറഞ്ഞ അവിടെ കിടക്കാൻ പോകുന്നത്. എന്നെ അമ്മ ഒന്നും ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചല്ലേ? എന്റെ അമ്മ ആരും പിടിച്ചു കയറ്റല്ല. എന്റെ അമ്മ ഇവിടുന്ന് പോവുകയും ചെയ്യല്ല. കൊച്ചേച്ചിയുടെ അമ്മയും പറയുന്നതേ എന്റെ അമ്മ പിടിച്ചു കയറ്റി കടലിൽ കൊണ്ടുപോയി കളയുന്ന. അതിനൊന്നും സമ്മതിച്ചേക്കല്ലേ? എന്റെ അമ്മ കടലിൽ ഒഴിക്കാൻ പോയാ അവരെല്ലാം കടലിൽ മുങ്ങി അങ്ങ് ചത്തു പോണം. എന്നതാ കുട്ടി വേണി പ്രാർത്ഥിക്കുന്നേ? ആര് കടൽ മുങ്ങിച്ചാവണമെന്നാ? അതെ മനുഷ്യ, ഇന്നേ കൊച്ചിച്ചിരി അമ്മേ, അമ്മയുടെ മുറിയിലെ ആ വിളക്ക് കത്തിച്ച് വെക്കുന്ന മുറിയില് ആ മുറിയിൽ കിടക്കാനായിട്ട് പോവാണ്. എന്റെ അമ്മ പിരിച്ചേറ്റ് കടലിൽ കൊണ്ടുപോയി ഒഴിക്കാനായിട്ട്. അങ്ങനെ പോകുമ്പേ അവര് കടലിൽ മുങ്ങി ചത്തുവാണെന്നാ ഞാൻ പ്രാർത്ഥിച്ച. എന്റെ അമ്മ ഒന്ന് ചത്തയാണല്ലോ, അതുകൊണ്ട് എന്റെ അമ്മ ഇനി ചാവത്തില്ലല്ലോ. മനുഷ്യ, ഞാനോ അപ്പച്ചമ്മയും കൂടി ആ മുറിയിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നേ. അപ്പൊ പറഞ്ഞു അമ്മ തന്നെ രക്ഷിച്ചോണം, കൊച്ചേച്ചിയുടെ അമ്മ മുറിയിൽ കിടക്കാൻ വരുന്നേ. എന്റെ കുട്ടിമണി,
അവരവിടെ പോയി കിടക്കോ എടുക്കോ എന്ത് വേണേലും ചെയ്യട്ടെ. അവർക്കൊന്നും നമ്മുടെ അമ്മയുടെ ആത്മാവിനെ പിടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇല്ല, അവര് പിടിച്ചു മനുഷ്യ. അവര് പോയിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ട് തിരിച്ചു വന്നല്ലേ. അതൊക്കെ ചുമ്മാ വരട്ടാൻ വേണ്ടി പറയുന്നതല്ലേ. അങ്ങനൊന്നും ആർക്കും ആത്മാവിനെ പിടിച്ചു കെട്ടാനൊന്നും പറ്റത്തില്ല. ആണോ? പറ്റത്തില്ല മനുഷ്യ. എവിടുന്ന്? ആത്മാവിനെ കണ്ണിന് മുമ്പിൽ കണ്ടിട്ട് വേണ്ടേ പിടിക്കാൻ. കുട്ടു, ഈ ആത്മാവെന്ന് പറഞ്ഞ എന്നതാ? ആത്മാവെന്ന് പറഞ്ഞാ ഈ ചത്തുപോയി കഴിഞ്ഞാ ഉണ്ടാവുന്നതല്ലേ ഈ ആത്മാവ്. അത്രയെങ്കിലും ബോധം നിനക്കുണ്ടല്ലോ. ഈ മരിച്ചുപോയവരാരെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമല്ലോ. ഞാൻ കണ്ടല്ലോ എന്റെ അമ്മയെ, സ്വപ്നത്തിലും കണ്ടു. കുട്ടു, സ്വപ്നത്തിലല്ലാതെ അവരെ ആരെങ്കിലും നേരിട്ട് കാണാനോ സംസാരിക്കാനോ ദേഹത്തോടാനോ നമുക്ക് പറ്റുമോ? ദേഹത്തോടാനൊക്കെ പറ്റും. അമ്മ എന്റെ അടുത്ത് വന്നിരുന്ന് സമാരിച്ചിട്ടുണ്ടല്ലോ. ഓ, ഈ മണ്ടിയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നെ ഏറ്റ പേര് വിളിച്ചാ പറഞ്ഞേക്കാം. ഞാൻ നിന്നെ ഇരട്ടപ്പേരും വിളിക്കുന്നില്ല, ചെല്ല പേരും വിളിക്കുന്നില്ല, പോരെ? അതെ കുട്ടു, ആത്മാവെന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും കൈകൊണ്ട് തൊടാൻ പറ്റാത്തതുമായ ഒരു 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 സാധനമാണ്. അങ്ങനെയുള്ളൊരു സാധനത്തെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ കൊച്ചേച്ചിയുടെ അമ്മ പറയുന്നതോ പിരിച്ചും കെട്ടുവെന്നൊക്കെ. പിന്നെ മറന്തറവാടി വരുമല്ലോ. ഒരു മറന്തറവാദി വന്നവനെ നമ്മൾ അടിച്ചോട്ടിച്ചില്ലേ? ഇനി വരുന്ന മറന്തറിനെയും നമ്മൾ അടിച്ചോട്ടിക്കും. അവർക്കൊന്നും അങ്ങനെ ആത്മാവിനെ പിടിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും പറ്റത്തില്ലല്ലോ. ഉറപ്പായിട്ടും. അതെ, നീ ഇങ്ങനെ ആലോചിച്ച് ആദ്യം പിടിച്ചിരുന്നാലേ അതിന്റെ ദോഷം നമ്മുടെ കുഞ്ഞുമണിക്കാ. കുഞ്ഞുമണി എന്നോട് ചോദിച്ചു നമ്മുടെ മുത്തശ്ശിയെ പിടിച്ചോണ്ട് പോവോന്ന്. കുഞ്ഞുമണിയോടെ മുത്തശ്ശി ആരും പിടിച്ചോണ്ട് പോയില്ലെന്ന് ഞാൻ പറയാം, കേട്ടോ? കുഞ്ഞുമണി, അച്ഛയുടെ മോളുമണി. പിന്നെ മോളുടെ മുത്തശ്ശിയെ ആരും പിടിച്ചോണ്ട് പോവില്ല, കേട്ടോ? മോള് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടോ. എന്നാ പിന്നെ ഞാനും അങ്ങ് ശ്വസമായിട്ട് ഉറങ്ങട്ടെ. മനുഷ്യനും അങ്ങ് ഉറങ്ങിച്ചോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചോട്ടുണ്ട് നന്നായിട്ട്. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നന്നായിട്ട് ഉറങ്ങിക്കോ. കിടന്നോ. നമ്മുടെ കുഞ്ഞുമണി ഉറങ്ങി കേട്ടോ. എന്നാ പിന്നെ ഞാനും അങ്ങ് ഉറങ്ങി. ഞാൻ ഉറങ്ങിയ മനുഷ്യ. ബാലേട്ടൻ ഉറങ്ങിയോ? ഇല്ല. കലമോളുടെ അമ്മ ഇന്ന് നമ്മുടെ അമ്മയുടെ മുറിയിലാ കിടക്കുന്നതെന്ന്. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളത് ശ്രദ്ധിക്കാൻ പോണ്ട. എന്നാലും അമ്മ കിടന്ന മുറിയിൽ ഞങ്ങളൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അത്ര പവിത്രമായിട്ട് കാണുന്ന ഒരു മുറിയാ അത്. അമ്മയെ സ്നേഹിക്കാത്ത ഒരാള്, അമ്മയുടെ ആത്മാവിനോട് വിശ്വാസമില്ലാത്ത ഒരാള്, ജീവിച്ചിരുന്ന കാലം അത്രയും അമ്മയെ പകയോടെ പിന്തുടർന്ന് വേട്ടയാടിയ ഒരാള്, അവര് നമ്മുടെ അമ്മയുടെ മുറിയില്. അതും അമ്മയുടെ ആത്മാവ് സത്യമാണോന്നറിയാൻ. എന്റെ അമ്മ വയലോരം വീട്ടിലെ ദൈവമായിരുന്നു. ഒരു കുടുംബം എങ്ങനെ കൂട്ടിയിണക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നന്നായിട്ടറിയാമായിരുന്ന അന്തസ്സുള്ള സ്ത്രീ. അമ്മയെ നോവിക്കാൻ ആർക്കും കഴിയും, അമ്മയുടെ ആത്മാവിനെ നിന്ദിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ അമ്മയുടെ 7 അയലത്ത് ചെല്ലാനുള്ള യോഗ്യതയില്ല ആർക്കും. ഓരോ സ്ത്രീയും ദൈവമാണെന്ന് ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞങ്ങളുടെ അമ്മ. എല്ലാ മനുഷ്യരും ഓരോ ദൈവത്തിൻ്റെ വയറ്റിൽ നിന്നാണ് ജനിക്കുന്നതെന്ന്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്ന്. അമ്മയുടെ ആ മനസ്സാ ബാലേട്ടന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാ എന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തോന്നിയത്. എൻ്റെ അമ്മയുടെ ആത്മാവ് സത്യമാണെന്നറിയാനല്ലേ മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ പരീക്ഷണം. അവർക്കുള്ളത് ദൈവം കൊടുക്കട്ടെ.
സിതെ, നീ അവിടെയാണ് കിടക്കുന്നേ? ഞാനെന്നും ഇവിടെയല്ലേ ബാലേട്ട കിടക്കാറ്. എന്നാ ഇന്നു മുതൽ ഇവിടെ കട്ടിൽ കിടന്നാ മതി. വേണ്ട ബാലേട്ട, അതിനുള്ള യോഗ്യതയാകുമ്പോ ഞാൻ വരാം. യോഗ്യതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം വന്ന് കട്ടിൽ കിടക്കും. ബാലേട്ട പറയുന്നതനുസരിക്ക്. എന്താ ബാലേട്ടനിപ്പോ ഇങ്ങനെ തോന്നാൻ? എന്നോടുള്ള സ്നേഹം കൂടിയോ? അത് പിന്നെ സ്നേഹം കൂടിയിട്ടൊന്നുമല്ല. തറയിൽ കിടന്ന് തണുപ്പടിച്ച് വല്ല നടുവേദനയും വന്ന ഞാൻ തന്നെ കൊണ്ടുപോകണ്ടേ? ഒന്നാമത് കാശില്ല. കൂടുതൽ ചിന്തിക്കാതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ മാഡം, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാനേ വീടിൻ്റെ പുറത്തുണ്ട്. എന്താ കാര്യമെന്ന് പറയും? എനിക്ക് കുറച്ച് പണം വേണം. പോലീസുകാരെൻ്റെ തൊട്ടു പിറകിലുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഈ പാതിരാത്രിയിൽ ഞാൻ എവിടെ പോയി പണം ഉണ്ടാക്കാനാ? എന്റെ കയ്യിലൊന്നുമില്ല. അത് മാഡം പണമായോ സ്വർണമായോ മാഡം എന്തെങ്കിലും തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ കുഴപ്പമാണ്, ഞാൻ കുടുങ്ങും. എന്നെ പിടിച്ചാൽ മാഡത്തിന് അറിയാലോ. ഇത് വലിയ കഷ്ടമല്ലോ. രാത്രി നീ എന്റെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചാണോടാ റാസ്കൽ? മാഡം എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ. ഹലോ ഹലോ മാഡം, ഹലോ. മാഡം ഒന്നും പറഞ്ഞില്ല. നീ ഇങ്ങനെ ബഹളം വെക്കാതെ. ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ ഗേറ്റിന്റെ പുറത്തുണ്ട്. എടാ, എന്റെ കയ്യിലിപ്പോ പൈസ ഒന്നും ഇരിപ്പില്ല. എല്ലാം കൂടെ നുള്ളിപ്പറക്കിയ ഒരു 10,000 രൂപ കാണും. അതുപോലെ മാഡം, എന്തെങ്കിലും ചെയ്യണം. മാഡം ഓർണമെന്റ്സ് എന്തെങ്കിലും തന്നാ മതി. ഞാൻ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തോളാം. എന്റെ ഗോൾഡൊക്കെ ലോക്കറില്ല. ഇവിടെ 1-2 വളകളെ കാണും. അത് കണ്ടില്ലെങ്കിൽ രവിയേട്ടൻ ചോദിക്കും. മാഡം അതെവിടെയെങ്കിലും കാണാതെ പോയെന്ന് പറ, അല്ലെങ്കിൽ കുട്ടിമണിയെടുത്ത് കിണറ്റിലിട്ടെന്ന് പറ. എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ. രവിയേട്ടൻ ഇത് ശ്രദ്ധിക്കില്ല. അങ്ങനെ നോക്കാറൊന്നും ഇല്ലല്ലോ. ഹലോ ഹലോ മാഡം. ഇടാ, നീ ഇങ്ങനെ ബഹളം വയ്ക്കാതെ, ഞാൻ വരുന്നു.
അപ്പോ ആ ശാരദാമ്മ കൊണ്ട് അവിടെ ഉണ്ടോ ഉണ്ടോ രാത്രി വരുന്ന ഓരോരോ മാരണങ്ങളെ. ഇവനത് എവിടെ പോയി? മാഡം, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നാശം. നീ ഈ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മാഡം, ഞാൻ ഷാഡോ പോലീസിൽ ഒരാളെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അയാളെ കയ്യിലെടുത്തു. എന്നിട്ട് എന്ത് വിവരം കിട്ടി? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആന്റണി, ഷാഡോ. ആന്റണി, അന്തോണി, എന്ത് വിവരം കിട്ടിയെന്ന് പറയണം. അന്വേഷണം നമുക്കെതിരെ തന്നെയാ. എടാ, നമുക്ക് നേരെന്ന് വെച്ചാ ഇവിടുത്തെ ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ ഞാനും നീയൊക്കെയാണെന്ന് അറിഞ്ഞോ? അമ്മേ, മാഡം, അവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു ശബ്ദം കേട്ടില്ലേ? എവിടെ? നിനക്ക് വെറുതെ തോന്നിയതാവും. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വെറുതെ തോന്നിയതാവും. ആ, ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ പുറത്തുനിന്ന് ആരോ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അക്കാര്യം അയ്യപ്പൻകുട്ടി സാർ പറഞ്ഞ് ആന്റണി അറിഞ്ഞു. അതാ എന്നോട് പറഞ്ഞത്. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, അനങ്ങാതിരുന്നാ മതി. എനിക്കും മാഡത്തിനും ഒന്നും അറിയത്തില്ല. കുട്ടിമണിയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. തൽക്കാലം മാഡം എനിക്ക് കുറച്ച് കാശ് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തൊന്നും തരണം. എങ്ങോട്ടെങ്കിലും മാറിക്കാനാ. പോലീസിന്റെ തൂക്കുകയറും മനസ്സിന്റെ കൊലക്കത്തിയും രണ്ടും ഒരുപോലെ എന്റെ പിന്നാലെ നടക്കുക. അതൊക്കെ ശരി, നീ സൂക്ഷിക്കണം. മനസ്സിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അവൻ പോലീസിനോട് പറയാതിരുന്നത് കൊന്നു പകരം വീട്ടാനാ. തലനാരിഴയ്ക്കാ ഞാനൊന്ന് രക്ഷപ്പെട്ടത്. നിന്നെ പോലീസ് പിടിച്ചാലും മനസ്സിജം പിടിച്ചാലും എന്റെ പേര് പറയരുത്. നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരും. രവിയേട്ടനെങ്ങാനും ഇത് അറിഞ്ഞ കാര്യം അയാളൊരു മണ്ടനാ. പക്ഷെ സ്വന്തം അമ്മയുടെ മരണത്തിന് പിന്നിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടെന്നറിഞ്ഞ ലോകത്തൊരു പുരുഷനെ സഹിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അറിയരുത്. ഞാൻ മാഡത്തിന് ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. പക്ഷെ മാഡം ഒരിക്കലും എന്നെ കൈവിട്ട് കളയരുത്. അങ്ങനെ വന്നാ എനിക്ക് മേലും കീഴും നോക്കാനില്ലേ? പിടിച്ചോ, സൂക്ഷിക്കണേ. ഏതെങ്കിലും റൂറൽ ഏരിയയിലുള്ള ജ്വല്ലറിയിൽ കൊണ്ട് വിറ്റാ മതി. ടൗണിലൊക്കെ വളയോട്ട് ചെന്നാ ചിലപ്പോ സംശയിക്കും. അല്ലെങ്കിൽ പണയം വെക്കണം. പണയം വെച്ചാലും അത് റെക്കോർഡാവും. അത് ഞാൻ വേണ്ട രീതി ചെയ്തോളാം മാഡം. മാഡം എന്തായാലും ഈ വള കാണാതായതിന് ഒരു കഥ കണ്ടുപിടിച്ച് വെച്ചോ. അപ്പാവി ബാലന്റെയോ കുട്ടിമണിയുടെയോ മറ്റാരുടെങ്കിലോ തലയെ കെട്ടിവെക്കാൻ ഒരു കള്ളക്കഥ ഉണ്ടാക്കി വെച്ചോ. എന്ന് ശരി, നീ വിട്ടോ. ശരി മാഡം. ശരി മാഡം, വളരെ ഉപകാരം. ആയിക്കോട്ടെ.
മതി ഇതെവിടെ പോയിരുന്നു? പുറത്തു പോയിരുന്നോ? പുറത്തു പോനോ? ഞാനോ? അല്ല, ഇപ്പൊ വാതിൽ തുറന്ന് കേറി വന്നതുപോലെ തോന്നി. അതോ? അത് രവിയേട്ടാ, നമ്മുടെ മുറ്റത്തെ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടതുപോലെ തോന്നി. അപ്പോ ആരെങ്കിലും വന്നോന്നറിയാനായിട്ട് ഞാൻ... എന്റെ പൊന്നെ, രാത്രി ഇങ്ങനെ ആരെങ്കിലും വന്നോന്ന് അറിയാനായിട്ട് എന്റെ മതി എന്തിനെങ്ങനെ ഇറങ്ങിപ്പോണേ? ഇപ്പോഴേ ലോകം മുഴുവൻ കള്ളന്മാരാ. എന്റെ പൊന്നിന്റെ ആഭരണം ലക്ഷ്യമിട്ട് ഏതെങ്കിലും കള്ളന്മാരിവിടെ വന്നാലോ? അതിപ്പോ രാത്രിയില് എന്റെ ആഭരണം നോക്കി ആര് വരാനാ രവിയേട്ടാ? ആരും വരത്തില്ല. തന്നെയുമല്ല, നമ്മുടെ ആഭരണങ്ങളെല്ലാം ലോക്കറിലല്ലേ? ലോക്കറിൽ മാത്രാണോ? ഇവിടെ ഇരിപ്പില്ലേ 4-5 വളകളും മാലകളും ഒക്കെ? അതുണ്ട്. അത് എനിക്കും രവിയേട്ടനും മാത്രമല്ലേ അറിയത്തുള്ളൂ. എനിക്കും പൊന്നിനും മാത്രമാണോ അറിയാവുന്നേ? മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ മോൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടെന്ന് ലോകത്തിലെ ഏതൊരു കള്ളനും അറിയാം. അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ കള്ളന്മാർ വന്നെന്നിരിക്കാം. രവിയേട്ടന്റെ ഒരു തമാശ നോട്ടി പോയി. ഞാനെന്താ രാത്രി സ്വർണ്ണം കൂടെ ഇട്ടുകൊണ്ടാണോ കിടക്കുന്നത്? അല്ലല്ലോ, രാത്രി തമാശ പറയുന്നു. അതല്ല മതി വാതിൽ തുറന്നപ്പോ ഏതെങ്കിലും കള്ളന്മാര് നമ്മുടെ മുറിയിലേക്ക് കയറി വന്നിരുന്നെങ്കിലോ? ഏതെങ്കിലും കള്ളന്മാര് വന്നാലെന്താ? എന്റെ ധീരനായ ചെറുക്കനിവിടെ ഇല്ലേ, എനിക്കൊരു കുഴപ്പം വരാതെ നോക്കാനായിട്ട്. ഏത് കള്ളം വന്നാലും ഇടിച്ചു നിരത്താനുള്ള ശക്തിയില്ല എന്റെ രവിയേട്ടന്. ഓ, ഞാനൊരു പാവത്തനല്ലേ മണ്ടൻ. പോ രവിയേട്ട അവിടുന്ന്. ഞാൻ എപ്പോഴാ രവിയേട്ടനെ മണ്ടനെന്ന് പറഞ്ഞത്? പാവത്താനോ എന്റെ ചെക്കൻ, അതെനിക്കറിയാം. ഇനി എന്റെ പൊന്ന് രാത്രിയിൽ ഇറങ്ങി പോകുന്നു ചെയ്യരുത് കേട്ടോ. ഏത് വണ്ടി വന്നാലും എന്ത് ശബ്ദം കേട്ടാലും രവിയേട്ടനെ വിളിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്റെ പൊന്നിന് ഒന്നും സംഭവിക്കരുതെന്ന ആഗ്രഹം കൊണ്ടല്ലേ രവിയേട്ടനീ പറയുന്നേ? എനിക്കറിയാം രവിയേട്ടാ. രവിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്നേ. നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ ധാരണ മാത്രമല്ലേ നമുക്കറിയാൻ പറ്റൂ നമുക്ക് വേണ്ടി എന്താണ് മുന്നിലുള്ളതെന്ന്. അതുകൊണ്ടാണ് രവിയേട്ടൻ പറയുന്നത് എന്റെ പൊന്ന് സൂക്ഷിക്കണമെന്ന്. സൂക്ഷിക്കാം, ഞാൻ ശ്രദ്ധിച്ചോളാം. പോരെ? പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വെച്ചിരുന്നതാ. എന്താ രവിയേട്ടാ? അല്ല, ഒന്നുമില്ല. നമുക്കേ മതിയുടെ ആഭരണങ്ങൾ കൊണ്ടുപോയി മാറ്റി വാങ്ങിച്ചാലോ? ഞാൻ ഇന്നാള് ജ്വല്ലറി പോയപ്പോഴേ നല്ല പുതിയ ഡിസൈനിലുള്ള ഒരു മാല കണ്ടു. എന്റെ മതിയുടെ കഴുത്തിൽ കിടന്നാലേ നല്ല ഭംഗിയായിരിക്കും. അതിനെന്താ? എന്തായാലും നമ്മള് ഈ രാത്രിയിൽ പോകുന്നില്ലല്ലോ. എന്റെ ചെക്കൻ എന്നോടുള്ള സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോവുക. നമുക്ക് നാളെ തീരുമാനിക്കാം കേട്ടോ. രാവിലെ ആവട്ടെ. കിടന്നോ. ഗുഡ് നൈറ്റ്. എന്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുന്നവളാ നീ. കൊല്ലട്ടടി നിന്നെ ഞാൻ കഴുത്ത് ഞെരിച്ച്. ചാവടി നീ, ചാവ്.
ഇല്ല, എളുപ്പത്തിലൊരു മരണം ആരും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും കാലം മണ്ടനും പൊട്ടനുമായിട്ട് ഞാൻ മുമ്പോട്ട് പോയി, സമർത്ഥമായിട്ട് കബളിപ്പിക്കപ്പെട്ടു. ഇനി എന്താണ് വേണ്ടതെന്ന് രവിക്കറിയാം. അച്ഛാ, അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഇത്ര നാളും കണ്ണു കെട്ടിയ അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. ഇപ്പോഴാണ് ഞാൻ ചില സത്യങ്ങൾ അറിയുന്നത്. എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ എൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു പങ്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരുപക്ഷെ എന്നെ വിളിച്ചുണർത്തി അറിയിച്ചതും എൻ്റെ അമ്മ തന്നെയായിരിക്കും. ഞാൻ എന്ത് ചെയ്യണം? അമ്മ പറ, ഈ മോൻ എന്ത് ചെയ്യണം? അച്ഛന് ഞാൻ മനസ്സോടെ ഒരു വെളിച്ചോറ് പോലും ഊട്ടിയിട്ടില്ല. അമ്മയെ നോക്കിക്കൊള്ളൂന്ന് അച്ഛൻ പണ്ട് ഞങ്ങളോട് പറയുമായിരുന്നു. അച്ഛൻ പോയ ശേഷം അമ്മയോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്റെ ലോകം എന്റെ ഭാര്യയായിരുന്നു. പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പോയപ്പോ എനിക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എല്ലാരെയും ഞാൻ മറന്നു. എന്റെ ബാലേട്ടൻ എനിക്ക് ശത്രുവായി. കുട്ടിമണിയെ ഞാൻ ആട്ടി ഇറക്കി. അതിനെല്ലാത്തിനുള്ള ശിക്ഷയാണിത്. എനിക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കും. ശിക്ഷിക്കാനുള്ളവരെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. ഇങ്ങരുതെവിടെ പോയി? ഈ മനുഷ്യനെന്താ പിശാച് കയറിയോ? ഇതെന്തിനാ ഇങ്ങനെ അവിടെ പോയി നിൽക്കുന്നത്? മനുഷ്യനങ്ങ് പേടിച്ചു പോയി. രവിയേട്ടാ, എന്താ മതിക്ക് ഉറക്കൊന്നുമില്ലേ ഈ പാതിരാത്രിയിൽ? അതോ ഏതെങ്കിലും കാറോ വണ്ടിയോ മറ്റോ വന്ന ശബ്ദം കേട്ടിട്ടാണോ? ഞാൻ കാറ് വിമാനം വന്ന ശബ്ദം ഒന്നും കേട്ടിട്ടല്ല ഇങ്ങോട്ട് വന്നത്. പിന്നെന്താ, ബൈക്ക് വല്ലതും വന്ന ശബ്ദം കേട്ടിട്ടാണോ? നിങ്ങൾ ഒരുമാതിരി ചൊറിയുന്ന സംസാരം എന്നോട് സംസാരിക്കരുത്. മുതുപാതിരിയാണ് മുറ്റമാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്റെ വായിലിരിക്കുന്നത് മൊത്തം നിങ്ങൾ കേൾക്കും. മതി പറയാനുള്ളതൊക്കെ പറഞ്ഞു. കേൾക്കാൻ ഞാൻ റെഡിയാ. അത് കഴിഞ്ഞ് ഞാൻ പറയും. അപ്പോ മതിയും കേട്ടോണം.